ഞാനിപ്പോൾ നിൽക്കുന്നത് ടാറ്റയുടെ ഡീലർഷിപ്പായ തൃശ്ശൂര് മണ്ണുത്തിലുള്ള പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ യാർഡിലാണ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ബസ്, ലോറി, അതുപോലെ തന്നെ ഒരുപാട് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ നമ്മൾ ഈ കാണുന്ന ഇൻട്രാ സീരീസിൽ പെടുന്ന വാഹനങ്ങളുടെ വീഡിയോസ് ചെയ്തിരുന്നു. അതായത് V10, V20, V30, V50, V70 അങ്ങനെയുള്ള 5 സീരീസിൽ പെടുന്ന വാഹനങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് വരാൻ പോകുന്ന അല്ലെ ഹിറ്റടിക്കാൻ പോകുന്ന ഒരു മോഡലാണ് ഞാൻ പറഞ്ഞിരുന്നു. നല്ല ഒരു വിജയക്കുതിപ്പോട് കൂടി തന്നെയാണ് ഈ പറഞ്ഞ ഇൻട്രാ സീരീസ് എല്ലാ വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നെന്റെ കൂടെയുള്ളത് V50, V30, ഇത് AC വണ്ടിയാണ്, നോൺ AC ഉണ്ട്. ഇത് V20, അതായത് CNG പ്ലസ് പെട്രോൾ. അപ്പോൾ ഈ 3 വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഒന്നും കൂടെ നമ്മൾ ഈ 3 വണ്ടിയുടെ വീഡിയോസ് ഒന്നും കൂടെ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ വീണ്ടും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് പണ്ട് മുതലേ ഒരു പരമ്പരാഗത സ്റ്റൈൽ ഉണ്ട്. അതായത് കുറച്ച് തകരപ്പാട്ടൊക്കെ അടിച്ച് 4 ചക്രവും വെച്ച് എഞ്ചിനും വെച്ച് അങ്ങനെ ഓടുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ആ സിസ്റ്റത്തിനെ മാറ്റി അതിന് പുതിയൊരു തുടക്കം കുറിച്ചത് എനിക്ക് തോന്നുന്നു അത് ടാറ്റ മോട്ടോഴ്സ് ആണ്. അല്ലെങ്കിലും ഒരുവിധം എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ചില പരീക്ഷണങ്ങൾ പാളി പോവാറുണ്ട്. പക്ഷെ ഈ ഇൻട്ര എന്ന മോഡലിന്റെ പരീക്ഷണം പാളി പോയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. കാരണം ഇപ്പൊ ഈ വാഹനങ്ങളുടെ മുൻവശത്തേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ലേ. അതായത് മുന്നിൽ നിന്ന് ഈ വാഹനം ഓടി വരുമ്പോ നമുക്കിതൊരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു പിക്കപ്പ് ആണ് എന്ന് നമുക്ക് തോന്നില്ല. പകരം വേറെ ഏതോ ഒരു വണ്ടി, ഒരു കാറിന്റെ രൂപത്തിലുള്ള ഒരു വാഹനമാണ് വരുന്നത് നമുക്ക് തോന്നുള്ളൂ. ആ രീതിയിലാണ് അതിന്റെ ഫ്രണ്ടിലുള്ള ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 വാഹനങ്ങളുടെയും മുൻവശത്ത് നോക്കുമ്പോൾ ഏതാണ്ട് സെയിം തന്നെയാണ്. കുറച്ച് ഹൈറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് വ്യത്യാസം തന്നെ അത് ടയർ സൈസിൽ വരുന്ന വ്യത്യാസമാണ്. ഇപ്പൊ മുന്നിൽ കണ്ടില്ലേ ആ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫിനിഷിംഗ് കാര്യങ്ങളും അത് എല്ലാ മോഡലും ഏകദേശം അല്ലെങ്കിൽ ഫുള്ള് എല്ലാം ഒരുപോലെ തന്നെയാണ്. കണ്ടില്ലേ അപ്പുറത്ത് ആ സ്റ്റെയിൻലെസ് ഫിനിഷിംഗ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അടിയിൽ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നു, ഗ്രേ കളറിലാണ്. ടാറ്റയുടെ ലോഗോ വരുന്നുണ്ട്. പിന്നെ ആ സീരീസിന്റെ നമ്പർ കൊടുത്തിരിക്കുന്നു. V30 എന്നും V20 എന്നും പിന്നെ V50 എന്നും ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ആ ഇൻട്ര എന്ന ബാഡ്ജിന്റെ അവിടെയായിട്ട് പിക്കപ്പ് എന്ന് കൊടുത്തിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പിക്കപ്പ് ആണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിന് പിക്കപ്പ് എന്ന് ടാറ്റ പല സ്ഥലത്തായിട്ടും ഫ്രണ്ടില്, സൈഡില്, ബാക്കില് അങ്ങനെ പല സ്ഥലത്തായിട്ടും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം തോന്നുന്നു. പിന്നെ ഫോഗ് ലാമ്പൊക്കെ ഓപ്ഷനിലാണ്, അതവിടെ കാണാൻ സാധിക്കും. അതിനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ടാറ്റയുടെ ലോഗോ അതെല്ലാം അങ്ങനത്തെ കൊടുത്തിരിക്കുന്നു. പിന്നെ പ്രൊജക്ടർ LED എല്ലാം യൂണിറ്റ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3 വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ അതിന്റെ ഹൈറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ നമ്മുടെ അവിടെ കിടക്കുന്നത് V50, V30, V20. അതിന്റെ ഹൈറ്റിൽ വരുന്ന പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ആ ടയർ സൈസിൽ വരുന്ന മാറ്റങ്ങളാണ്. അല്ലാതെ ബോഡിയിൽ വലിയ കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഈ വാഹനത്തിന്റെ ഇടതുവശത്ത് വരുമ്പോൾ ഇത് V20 ആണ്. V20യിൽ നമുക്ക് ഇവിടെ ഗോൾഡ് എന്നൊരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ CNG എന്നൊരു ഗ്രീനറിയിൽ കൊടുത്തിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഓവർലാപ്പ് മഡ് ഗാർഡിന്റെ രൂപത്തിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിൽ 14 ഇഞ്ചിന്റെ ടയർസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സ്റ്റീൽ വീലാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്, റിയറിൽ ഡ്രം ബ്രേക്ക് ആണ് എല്ലാ വേരിയന്റിലും വരുന്നത്. ഇത് നമ്മൾ V30ക്ക് വരുമ്പോൾ ഇവിടെ ഗോൾഡ് എന്നൊരു ബാഡ്ജിങ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹാൻഡിൽ, മിറർ അതൊക്കെ സെയിം തന്നെ കൊടുത്തിരിക്കുന്നു. ഇതും സെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 14 ഇഞ്ചിന്റെ ടയർസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്ക് ആണ് ഇതിന്റെ ബാക്കിലും, ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ്. നമ്മൾ V50ലേക്ക് വരുമ്പോൾ ഇതിലും സെയിം അപ്പുറത്തെ കാര്യങ്ങളാണ് ഇപ്പുറത്തും കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഹൈറ്റ് ഇതിന് കൂടുതലുണ്ട്, ടയർ സൈസ് കൂടുതലാണ്. 15 ഇഞ്ചിന്റെ ടയർസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫുഡ് സ്റ്റെപ്പും കയറാനായിട്ട് ടാറ്റ കൊടുത്തിരിക്കുന്നു. ഗോൾഡ് എന്നൊരു ബാഡ്ജിങ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഇവിടെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കൊടുത്ത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ആ സൈഡിലായിട്ടൊരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു. ആ വേരിയന്റിലൊന്നും അത് കാണാൻ സാധിക്കില്ല. അപ്പോൾ സൈഡിലൊക്കെ ഇത് ഇത്രയൊക്കെ തന്നെ വ്യത്യാസങ്ങൾ. പ്രധാനമായ വ്യത്യാസമാണ് ഇതിൽ ഫുൾ സ്റ്റെപ്പ് വന്നു, ടയർ സൈസ് കൂടി. ഇത് V50 ആണ്. ഇതിന്റെ ലെങ്ത് വരുന്നത് 4734 മില്ലിമീറ്റർ ആണ്. നമുക്ക് ഇതിന്റെ വിത്ത് വരുന്നത് 1694 മില്ലിമീറ്റർ ആണ് വിത്ത് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 192 മില്ലിമീറ്റർ നമുക്ക് ഇതിനകത്ത് ഗ്രൗണ്ട് ക്ലിയറൻസും ടാറ്റ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. നമുക്കപ്പോൾ പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സംഭവങ്ങളൊന്നുമല്ല, ഇതിൽ എത്ര കിലോ ഇതിനകത്ത് കയറും എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് പേലോഡ് കപ്പാസിറ്റി ടാറ്റ മോട്ടോഴ്സ് പറയുന്നത് 1500 കിലോ ആണ്. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1500 കിലോ എന്നൊക്കെ പറഞ്ഞാലും 2000, 3000, 3500, 4000 കിലോ വരെ കയറ്റി പോകുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അതൊന്നും വലിയ തെറ്റൊന്നുമല്ല. അങ്ങനെ തന്നെയാണ് നമുക്ക് ലാഭത്തിൽ എത്തിക്കാൻ സാധിക്കുള്ള ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ.
അപ്പോൾ 1500 കിലോ ആണ് ഇതിന്റെ പേലോഡ് കപ്പാസിറ്റി കമ്പനി പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു 3000 കിലോ താഴെയൊക്കെ നമുക്ക് സുഖമായിട്ട് കയറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിപ്പോ നമുക്ക് ഒരു പെട്ടി രൂപത്തിലാണ് ഈ വാഹനം നമുക്ക് യാർഡിൽ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് നമുക്ക് റെക്സിൻ അടിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോ ബേക്കറി ആവശ്യങ്ങൾ, അതുപോലെ തന്നെ പല പല സാധനങ്ങൾ നമുക്ക് സപ്ലൈക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്കായാലും നമുക്ക് കണ്ടെയ്നർ ബോഡി അടിക്കാം. അതുപോലെ തന്നെ അലുമിനിയത്തിന്റെ ബോഡിയിലും പല രീതിയിൽ നമുക്ക് ഇതിനെ രൂപമാറ്റം വരുത്താം. അതിനൊന്നും വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് ചേസ് എടുത്തിട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് V50യുടെ പേലോഡ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് V30യിലേക്ക് പോയാലോ, അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ V30യുടെ പുറകിലേക്ക് വരുമ്പോൾ ഇൻട്രാ പിക്കപ്പ് എന്നൊരു ബാഡ്ജിങ് കാണാം, പാർക്കിംഗ് സെൻസേഴ്സ് കാണാം, സ്റ്റെപ്പിന് ടയർസ് കാണാം, പിന്നെ LED ബ്രേക്ക് ലൈറ്റ്സ്, ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, അങ്ങനെ സംഭവങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇത് ഇപ്പുറത്ത് വെക്കണം നമ്മുടെ V50, അതിലും ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് V30യുടെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1300 കിലോ ആണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1300 എന്ന് പറഞ്ഞാലും നമുക്ക് 2500-3000 വരെ സുഖമായിട്ട് കയറ്റി കൊണ്ടുപോവാം. അതിൽ കുഴപ്പമൊന്നുമില്ല, വലിച്ചു പൊക്കോളും. നമുക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 4460 mm ആണ്. ഈ V30യുടെ ടോട്ടൽ ലെങ്ത് വരുന്നത്. വിത്ത് വരുന്നത് 1692 mm, ഹൈറ്റ് 1945 mm ആണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 175 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് സുഖമായിട്ട് എല്ലാ ടെറൈനിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ചേസിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് 175 എന്ന് പറയുന്നത് മോശമായ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല. അപ്പോ ഇതിന്റെ വീൽ ബേസ് വരുന്നത് 2450 mm ആണ്. റിയറിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നല്ല, എല്ലാ വാഹനങ്ങളിലും ഇൻട്രാ സീരീസിൽ കൊടുക്കുന്ന എല്ലാ വാഹനങ്ങളിലും റിയറിൽ ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് V20. ഇതാണ് നമ്മുടെ V20 എന്ന മോഡൽ. ഇതിന്റെ പേലോഡ് കപ്പാസിറ്റി നമുക്ക് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ടാറ്റ എന്നൊരു ബാഡ്ജിങ്ങും ഇൻട്രാ പിക്കപ്പ് എന്ന ബാഡ്ജിങ്, CNG എന്നൊരു സ്റ്റിക്കറിങ്, പിന്നെ നമ്മുടെ സ്പെയർ വീല് കാര്യങ്ങൾ, ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളും അതിന്റെ LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ അങ്ങനെ കൊടുത്തിരിക്കുന്നു. 2.5 ലിറ്റർ ആണ് പെട്രോൾ ടാങ്കിന്റെ നമുക്ക് ലിറ്ററിന്റെ കപ്പാസിറ്റി. അതുപോലെ തന്നെ CNGയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 80 കിലോ ആണ് CNG കപ്പാസിറ്റി വരുന്നത്. 2 CNG ടാങ്ക് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ബാറ്ററി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൂളന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ പേലോഡ് കപ്പാസിറ്റി 1000 കിലോ ആണ്. 1000 എന്ന് പറഞ്ഞാലും നമുക്ക് അതിന് കൂടുതലൊക്കെ കൊണ്ടുപോകാം. 2000 കിലോ ഒക്കെ വരെ കൊണ്ടുപോയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വാഹനം ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോ ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 4460 mm, വിത്ത് നമുക്ക് വരുന്നത് 1692. അതുപോലെ തന്നെ വീൽ ബേസിലേക്ക് വരുമ്പോൾ 2450 ആണ് വീൽ ബേസ് വരുന്നത്. ഹൈറ്റ് 1921 ആണ് ഹൈറ്റ് വരുന്നത്. അപ്പോ ഈ കൂട്ടത്തില് ഇപ്പോ കാണാനൊരു സുന്ദരൻ എന്ന് പറയുന്നത് ഈ V20 അല്ലേ, കണ്ടില്ലേ? കാരണം ഒന്നാമത് അതിന്റെ ഈ കളറിങ് നന്നായിട്ടുണ്ട്. പിന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റും കാര്യങ്ങളെല്ലാം അതിന്റെ നിർമ്മിതി വരുന്നത്. അപ്പോൾ കൂടുതൽ സുന്ദരൻ V20 തന്നെയാണ്. പക്ഷെ നമുക്ക് കൂടുതൽ പവറും കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലോഡൊക്കെ കൂടുതൽ കയറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ V20, V30, V50 എന്നീ 3 മോഡലിൽ ഏത് വേണ്ട നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് നോക്കാം. ഇന്ത്യയിലേക്ക് ഇതിൽ നമുക്ക് ഫുഡ് സ്റ്റെപ്പൊന്നും കൊടുത്തില്ല. V50 എന്ന മോഡൽ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ച് കയറാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. കയറിയിരിക്കുമ്പോൾ നല്ല ഒരു ഹൈറ്റ് ആട്ടാ, അതായത് ഒരു അത്യാവശ്യം വലിയൊരു ട്രാവലറിലൊക്കെ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടാൻ തരത്തിലാണ് ഇതിന്റെ ഹൈറ്റിനും സീറ്റിനെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ സീറ്റിന്റെ ഈ അപ്പോൾസ്റ്ററി ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സ്റ്റീറിംഗ് കണ്ടില്ലേ, നമ്മൾ ഈ ബസ്സിന്റെ ലോഡൊക്കെ പോലെ ഒരു പരന്നിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇത് ഒരുപാട് ചെരിഞ്ഞിട്ടല്ല, കുറച്ച് പരന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ബസ്സൊക്കെ ഓടിക്കുന്ന പോലെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാം. അപ്പോ ഇന്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മനോഹരമായ ഒരു ഇന്റീരിയർ തീമാണ്. ഒരു കാറിനൊക്കെ സമാനമായ തരത്തിലാണ് ഇന്റീരിയറിനെ ടാറ്റ മോട്ടോഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു വീട്ടിൽ കാറൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക്, അതായത് ഒരു കൊമേഴ്ഷ്യൽ വാഹനമാണുള്ളത്, ഇതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ ഒരു വാഹനമാണ് ഈ V20 എന്ന മോഡൽ. അത്യാവശ്യം ഒരു പ്രീമിയം ഒരു ലുക്കും, അതുപോലെ തന്നെ കാറിൻ്റെതായ ഒരു ഫീലും കിട്ടും. പിന്നെ AC കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഡോറിൽ കണ്ടില്ലേ, വലിയൊരു ബോട്ടിൽ വെക്കാം. പിന്നെ അതുപോലെ തന്നെ സ്പീക്കർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ടാറ്റയുടെ ബാഡ്ജിങ്, പിന്നെ ഇവിടെ നമുക്ക് ഗ്ലാസ് കാപ്പാൻ, ഇവിടെ ഒരു ഹാൻഡിൽ പോലെ സംഭവം, ഇവിടെ ലോക്കിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഉള്ളിലായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗിന്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു പവർ സ്റ്റിയറിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. CNGയുടെ മോഡ് മാറ്റാനുള്ള സ്വിച്ച്, പിന്നെ ഡമ്മി സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് AC വെന്റും കാര്യങ്ങളൊക്കെ ഇതാ വരുന്നത്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കണ്ടില്ലേ, ഇതാണ് ടാറ്റയുടെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നത്. നല്ല
അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് കേട്ടോ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്കുള്ള ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നു. AC വെന്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ഫോട്ടോ വെക്കാം, ചില്ലറ പൈസ ഇട്ട് വെക്കാം. പിന്നെ ഇവിടെയും അത്യാവശ്യം എന്തെങ്കിലും വെക്കാം. പിന്നെ ഇവിടെ ഫോൺ ചാർജ് ചെയ്യാൻ സംവിധാനം, ഇവിടെ ഗ്ലോ ബോക്സ്, ഇവിടെയും അത്യാവശ്യം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാം. അവിടെ ഒരു AC വെന്റ്, പിന്നെ ബോഡി കളറോട് കൂട്ടാണ് ഇവിടെ സംഭവം കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ഹാൻഡിൽ, നമുക്ക് നോർമൽ മിറർ വരുന്നു. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. മാനുവൽ ആണ് ഇത്. പിന്നെ ഗിയർ ലിവർ കാര്യങ്ങൾ, ഡാഷ്ബോർഡ് മൗണ്ട് ഗിയർ ലിവർ ആണ്. പിന്നെ നമുക്ക് നല്ല മനോഹരമായ സ്റ്റിയറിങ്. നമുക്ക് ചാവി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു സൗണ്ട് വന്നിട്ടുണ്ട് സെൻസറിന്റെ. നമുക്ക് ഇതിനകത്ത് ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത്. ഇതിനകത്ത് CNG കാണിക്കുന്നുണ്ട്, പിന്നെ പെട്രോളിന്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ CNGയിലാണ് കിടക്കുന്നത്. ഞാൻ അത് മാറ്റി പെട്രോളാക്കി. അപ്പോൾ ലൈറ്റ് പോയി, വീണ്ടും ഇട്ടു, CNG വന്നു. പിന്നെ നമുക്ക് റിവേഴ്സ് ഒക്കെ ഇടുമ്പോൾ 6 കാണിക്കും. കണ്ടില്ലേ, റിവേഴ്സ് ഇട്ടപ്പോൾ 6 വന്നു. ഗിയർ വീണ്ടും ചേഞ്ച് ചെയ്തപ്പോൾ പോയി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻസ് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എന്തായാലും ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിരിക്കുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി നീറ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കത് ചെറിയ കുട്ടികൾക്കൊക്കെ ഇവിടെ ഇരിക്കാം. ഇതിനടിയിലായിട്ടാണ് നമുക്ക് എഞ്ചിൻ വരുന്നത്. പിന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ് റെസ്റ്റോട് കൊടുത്തിട്ടുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു അപ്പോൾസ്റ്ററിക്കുള്ള ഒരു സീറ്റ് കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു. നല്ല സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ആയിരുന്നു നമുക്കത് കണ്ടില്ലേ, നല്ല സ്പേസ് ഉണ്ട്. കാലൊക്കെ വെച്ച് നോർത്തിരിക്കാൻ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ കുട്ടി ഇരിക്കുകയും കാലൊന്നും തട്ടാത്ത രീതിയിലാണ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ V20 എന്ന ഈ മോഡലിന് കമ്പനി പറയുന്ന മൈലേജ് 17 km/ലിറ്റർ ആണ്. ഒരു 15 മേലേക്ക് നമുക്ക് നല്ല രീതിയിലൊക്കെ കിട്ടും. സർവീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ നമ്മൾ സിംഗിൾ യൂസ് ഒക്കെ ആണെങ്കിൽ 15 മേലെ മൈലേജ് നമുക്ക് കിട്ടും. പിന്നെ AC ഒക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കുറയും. അതിലിപ്പോ ആരും കുറ്റമായിട്ട് കാര്യം, അതാണ് അതിന്റെ ഒരു ശൈലി. 1199 cc 3 സിലിണ്ടർ എഞ്ചിനാണ്. ടോർക്ക് വരുന്നത് 95 Nm ടോർക്ക്. 80 km/h ആണ് ഇതിന്റെ മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ V20 എന്ന ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ മോഡൽ ഇതാണോ എന്ന് നിങ്ങൾ തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ഇനി V30 ഇന്റീരിയറിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് V30 ഡോർ പാഡ് നമുക്ക് നോക്കുമ്പോൾ സെയിം എല്ലാ ഇൻട്രാ സീരീസിലും ഈ ഒരു തീം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിൽ ഹോൾഡർ, ഹാൻഡിൽ, ടാറ്റയുടെ ലോഗോ, ഈ ഗ്ലാസ് ഇറക്കാനുള്ള സംവിധാനം ഇതൊക്കെ കൊടുത്തിരിക്കുന്നു. പക്ഷെ ഈ V20 അപേക്ഷിച്ചിട്ട് ഇതിലേക്ക് വരുമ്പോൾ, V30 വരുമ്പോൾ ഈ കളറിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ ഈ കളറിങ് മറ്റേതിനകത്ത് ബോഡി കളറാണ്. ഇതിലും ബോഡി കളർ വൈറ്റ് വന്നപ്പോൾ ഇതിനകത്ത് വൈറ്റ് വന്നു. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൽ കണ്ട പോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിനകത്തും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് ബോഡി കളറാണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ AC-യുടെ കൺട്രോൾസും കാര്യങ്ങളും, പിന്നെ ഇവിടെ നമുക്ക് ചാർജിങ് പോയിന്റ്, പൈസ ഇട്ട് വെക്കാൻ സംവിധാനം, ഗ്ലോ ബോക്സ് കാര്യങ്ങൾ, ഇവിടെ ദൈവത്തിന്റെ ഫോട്ടോ, ചില്ലറ പൈസകൾ, നമ്മുടെ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഇതിന്റെ ചാവി ഓൺ ചെയ്ത് കഴിയുമ്പോൾ അല്ലേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടാറ്റയുടെ ലോഗോ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇത് CNG അല്ല, ഇത് ഡീസൽ. അതിന്റെ പേര് തന്നെ. ഇതിൽ വേറെ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. V20 വരുമ്പോൾ CNG പെട്രോൾ എന്നൊക്കെ ഇവിടെ സംഭവം കാണാൻ പറ്റും. ഇതിനകത്ത് ആവുന്നില്ല. നല്ല കാറിനൊക്കെ സമാനമായ തരത്തിലാണ് ഇതിന്റെ സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിംഗ് വരുന്നത്. പിന്നെ ഇതിനകത്തുള്ള സ്പേസും കാര്യങ്ങളൊക്കെ V20 V30 V50 എല്ലാ ഇൻട്രയിലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഈ സീറ്റിന്റെ മെറ്റീരിയൽ ആയാലും അടിപൊളിയാണ്. ഇവിടെ നമുക്ക് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്കത് നമ്മുടെ മിറർ, ലാമ്പ് ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു കുട്ടിക്ക് അത്യാവശ്യം വലിയ ആൾക്കൊക്കെ പൊട്ടിയിരുന്നാലും കാലൊന്നും ഇവിടെ തട്ടാത്ത രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ സീറ്റിന്റെ ഈ അപ്പോൾസ്റ്ററിംഗ് കാരണം തൈ സപ്പോർട്ടൊക്കെ നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. ഞാനിപ്പോൾ 5-7 നീളമുണ്ട്. എന്നിട്ട് എനിക്ക് കാലൊക്കെ സുഖമായിട്ട് വെച്ചിരുന്ന് നമുക്ക് ഓടിക്കാവുന്ന സംവിധാനത്തിനാണ് ഇതിന്റെ സംവിധാനം കൊടുത്ത് സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കുറെ സാധനങ്ങളൊക്കെ കയറ്റി വെക്കാം കേട്ടോ. സെയിലിനൊക്കെ പോകുന്ന സപ്ലൈക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അതിനൊക്കെ സൗകര്യത്തിലൂടെ കൊടുത്തിരിക്കുന്നു. ഡാഷ് മൗണ്ട് ഗിയർ ലിവറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഇൻട്രയിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. V30 മൈലേജ് കമ്പനി പറയുന്നത് 14 km/ലിറ്റർ ആണ്. നല്ല രീതിയിൽ ഓടിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു മൈലേജ് കിട്ടുക. അല്ലെങ്കിൽ ഒരു 10 മേലേക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നല്ല രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിന്റെ എഞ്ചിൻ വരുന്നത് 1496 cc DI എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. 140 Nm ടോർക്കാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുക. പിന്നെ ഇതിന്റെയും മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ആണ്. ഇവിടെ നമുക്ക് ഇവിടെ സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്നു. അത് എല്ലാ ഇപ്പൊ കൊമേഴ്ഷ്യൽ വാഹനങ്ങളിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ V30 കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് V50 ഇന്റീരിയറും എഞ്ചിനൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇതാണ് V50 ഇന്റീരിയർ. ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ച് കളറിങ്ങിന്റെ ഒക്കെ കുറവുണ്ട്.
വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് ബേസ് മോഡലാണ്. ഇതിനകത്ത് നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. AC അല്ല, ഇത് നോൺ AC ആണ്. AC വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് AC വെന്റി കാര്യങ്ങൾ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കും. പ്രത്യേകിച്ച് വേറെ ഒന്നും മാറ്റങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു മാറ്റമാണ്. പിന്നെ സ്പേസും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എഞ്ചിനിലേക്ക് വരുമ്പോൾ 1496cc DI എഞ്ചിനാണ് വരുന്നത്. അതായത് V30 വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ V50യും കമ്പനി കൊടുത്തിരിക്കുന്നത്. ആകെ ഒരേ ഒരു വ്യത്യാസമുള്ളൂ. അതായത് അത് കാര്യമായ വ്യത്യാസം തന്നെയാണ്. അതായത് നമുക്ക് V30 140 NM ടോർക്ക് ആണെങ്കിൽ V50ലേക്ക് വരുമ്പോൾ അതായത് 1500 കിലോ പേലോഡ് കപ്പാസിറ്റി ഉള്ള ഈ V50 എന്ന കുറച്ചും കൂടെ വലിയ ഈ സൈസിലേക്ക് ഈ വാഹനത്തേക്ക് വരുമ്പോൾ 220 NM ടോർക്ക് നമുക്ക് ഇതിനകത്ത് ലഭിക്കും. പറപ്പിച്ച് പോവാം. പക്ഷെ 80 കിലോമീറ്റർ ആണ് നമുക്ക് സ്പീഡാണ് നമുക്ക് മാക്സിമം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുക. 80 മേലേക്ക് പോകാൻ സാധിക്കില്ല. അത് എല്ലാ കൊമേഴ്ഷ്യൽ പിക്കപ്പ് സെഗ്മെന്റിൽ പെടുന്ന എല്ലാ വാഹനം അങ്ങനെ തന്നെയാണ്. ടാറ്റയുടെ മാത്രം കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇൻഡ്രയുടെ മാത്രം കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ V20, V30, V50 എന്ന ഈ മോഡലുകളിലെ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ സംസാരിച്ചു. നമ്മുടെ റോഡുകളിൽ ഒരുപാട് ഈ ഇൻട്രാ സീരീസ് പെടുന്ന വാഹനം കാണാനുണ്ട്. അതിന്റെ അർത്ഥം ഈ വാഹനം എല്ലാവരും ഏറ്റെടുത്തു, ഇത് വിജയിച്ചു എന്നാണ്. ഇതിന്റെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ മുൻവശം, ഇന്റീരിയർ, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പ്രധാന അട്രാക്ഷൻ. പിന്നെ മൈലേജ് കാര്യങ്ങൾ, പിന്നെ ടാറ്റയുടെ മനോഹരമായ ഒരു എഞ്ചിൻ, പിന്നെ ടാറ്റ എന്ന വാഹന നിർമ്മാതാവിന്റെ ഒരു വിശ്വാസ്യതയും കൂടിയാണ് ഈ വാഹനം വിജയിക്കാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വാഹനത്തിന്റെ വിലകൾ ഒന്നും പറഞ്ഞിട്ടില്ല. വിലകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് താഴെ കാണുന്ന ആ നമ്പറിൽ വിളിക്കുക. നമ്മുടെ രതീഷ് ചേട്ടന്റെ നമ്പറാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. തൃശ്ശൂർ മണ്ണുത്തി പോപ്പുലർ മെഗാ മോട്ടോഴ്സിലെ രതീഷ് ചേട്ടന്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക്, പ്രൈസ്, കാര്യങ്ങൾ, ടെസ്റ്റ് ഡ്രൈവ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇൻട്രാ സീരീസിൽ പെടുന്ന ഈ 3 വാഹനങ്ങളിലെ കാര്യങ്ങൾ. നമുക്ക് V10 എന്ന ഒരു മോഡലും ഉണ്ട്, V70 എന്നൊരു മോഡലും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വാഹനം രണ്ടും കൊണ്ടുവന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു V10ഉം അതുപോലെ തന്നെ V70യും ഒരുപാട് അങ്ങോട്ട് വിജയിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാഹനങ്ങൾ ഈ V30, V20, V50 ആണ്. അതിന് പേരാണ് ഈ 3 വാഹനം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് വേണം. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വേണ്ട വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.